എപ്പോഴും കുറച്ചുകൂടെ പറഞ്ഞു വളരെ ഈസിയാണ് കേട്ടോ. ചാൻസ് ബാറ്റ് കാണിച്ചത് പറഞ്ഞിട്ട് ഈ സാധനം എപ്പോഴും ബോഡി കണ്ടു ഞാൻ പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ പോകരുത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ നമ്മുടെ കംപ്ലീറ്റ് കൊണ്ടുവരും. ഇത് കഴിഞ്ഞു നിന്ന് കഴിഞ്ഞു നമ്മളിങ്ങനെ നിങ്ങൾ അവരെ കാണിച്ചത് നിന്നെ ചുമ്മാ ഞാൻ ഇപ്പം പഠിപ്പിച്ചതാണ്. ചാൻസായി നീ കുറച്ചൊന്ന് ഫ്ലെക്സ് ചെയ്ത് ഒരുപാട് പോകണ്ട. ഇതായി അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പായി. നിങ്ങൾ നോക്കി എല്ലാവരും നോക്കിയോണ്ടേ വീട്ടിൽ പോയതിൽ ചുമ്മാ ചെയ്യണേ. എന്നിട്ട് നമ്മൾ നോർമൽ തന്നു. എന്നിട്ട് നമ്മളെ ഇതില്ലേ ഈ ഷോൾഡർ എപ്പോഴും ഇങ്ങോട്ട് പോകരുത്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോയി നമ്മളെ ഫോക്കസ് എങ്ങോട്ട് പോയി. ഇത് എപ്പോഴും അവിടെ 3 സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ആ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ 1, 2, 3 ആ 3ൻ്റെ ഓസ്റ്റം ലൈനിൽ വരണം. മനസ്സിലായില്ലേ? നമ്മുടെ ഈ വിഷൻ നമ്മളവിടെ ഇരിക്കും 1, 2, 3 അവിടുത്തെ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ ഓസ്റ്റം അത് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ വിഷൻ? ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, ഇത് ഷോൾഡർ ഇങ്ങോട്ട് പോകത്തില്ല. നമ്മൾ ഷോൾഡർ ഇതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മൾ ഈ വിഷയം ഇവിടെ പോകുമ്പം നമ്മൾ എവിടെ ആയിരിക്കും ഫോക്കസ് ആയിരിക്കും അവിടെ എറിയുന്ന. എന്നാൽ നമ്മൾ ഇങ്ങനെ നിന്ന് ബാറ്റ് ചെയ്തല്ല എന്തായി ഇവിടേക്ക് എറിഞ്ഞാൽ ഔട്ടാവും. ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ പറ്റുമോ? ചിലവർ അറിയാം ബാറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഞാൻ ഇത് പറഞ്ഞു തരുന്നത് ടെക്നിക്കായിട്ട് നിങ്ങളുടെ സ്റ്റാൻസ് പ്രോപ്പർ ആയിരിക്കണം. ബേസിക് സ്റ്റാൻസ് പ്രോപ്പർ ആയിരിക്കണം. ബാറ്റ് ചെയ്യാൻ പറ്റും. ചിലവരൊക്കെ ഇങ്ങനെ ബാറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ നിൽക്കും. ഇതൊന്നല്ല, നമ്മൾ നല്ല സ്റ്റാൻസ്. നമുക്ക് ലുക്ക് വേണ്ടേ? കണ്ടില്ലേ ടി വിയിലൊക്കെ വിരാട് കോഹ്ലിയും റോഷൻ പന്തിന്റെ സ്റ്റാൻസ് ഒക്കെ കണ്ടോ? വളരെ നമ്മളാണ് ഈസി ആയിട്ടൊക്കെയാണ് ഫുൾ ഷോട്ടൊക്കെ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടഫായിട്ട് അടിക്കണോ ഈസി ആയിട്ട് അടിക്കണോ? ഈസി, എല്ലാവരും ഈസി ആയിട്ട്. അതാണ് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള സ്റ്റാൻസും നിൽക്കുന്നത് പഠിച്ചു തന്നെ വളരെ അതുകൊണ്ട് എപ്പോഴും കുറച്ച് സ്റ്റാൻസിൻ്റെ കേസ് വന്നു. സ്റ്റാൻസ് എന്തായിരിക്കും? നമ്മൾ നല്ല സ്റ്റാൻസ് എടുത്തു. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും നമ്മൾ ലക്ഷ്യം എടുക്കും വരയ്ക്കും, ഗാർഡ് വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ കാല് വയ്ക്കും. പക്ഷേ ഈ കാലം ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? ഇത് കുറച്ച് വിത്ത് അപ്പാട്ടെന്ന് പറയാം. അതിൽ നിന്ന് കുറച്ചുകൂടെ ഇതായിരിക്കും. നമ്മൾ നീ എന്തായി ഇങ്ങനെ നിൽക്കുന്നില്ല, ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അതൊക്കെ നിൽക്കുമായിരിക്കും. ഇപ്പം എല്ലാവരും നമ്മൾ ബേസിക് പഠിപ്പിച്ചു തരാണ് കേട്ടോ. പല നിൽക്കാന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റും. അത് നമ്മളെല്ലാം കൺട്രോളായിരിക്കും. നിൽക്കാന്ന് ഇല്ലായ്മയൊന്നുമില്ല. ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാം. പക്ഷേ നമ്മൾ കാണുമ്പോൾ നമുക്ക് ലുക്കൊക്കെ വേണ്ടേ? വേണ്ടേ? പഴയ ആൾക്കാർക്ക് അങ്ങനെ, പഴയ ആൾക്കാർ ഇങ്ങനെയൊക്കെ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ പഴയ. ഇത് അതുകൊണ്ട് നമുക്ക് നിൽക്കുന്നത് ഇതാ. ഇപ്പോൾ ബാറ്റ് എടുക്കുന്നത് ഞാൻ അടുത്ത ഗ്രിപ്പിൽ കാണിച്ചു തരാം. നമ്മളെപ്പോഴും ഇതൊക്കെ പറഞ്ഞെടുത്തുണ്ട്. അപ്പോൾ ഗ്രിപ്പ് നമ്മൾ ഒരിക്കലും റൈറ്റ് ഹാൻഡ് കാണിച്ചു തരാം. നമ്മൾ ഇത് ഇങ്ങോട്ട് പോകത്തില്ല. ഇത് പിടിക്കുമ്പോൾ ഇങ്ങനെ പോകത്തില്ല. ഇങ്ങനെ പിടിച്ചാൽ പറ്റുമോ? ഇത് പിടിക്കാൻ നോക്ക്. എൻ്റെ സിമ്പിളായിട്ട് പഠിച്ചെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കൊണ്ട് ഗ്രിപ്പ് പിടിക്കുമ്പോൾ തിരിക്കാൻ പറ്റില്ല, കൈ തിരിവില്ല. ഇതിനെല്ലാം പറയും, നേരത്തെ പറഞ്ഞില്ല. ആരും സൈക്കിളോട്ടുള്ള കാര്യം പറഞ്ഞതല്ല. ഇടാൻ വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് ഇത് നമ്മൾ ഇങ്ങോട്ടാണ് പിടിക്കുന്നത്. ഇതാണ് പറയുന്നത്. ഇത് പോകുമ്പോൾ നമ്മൾ കൺട്രോൾ വരുന്നത്. ഷോർട്ടായിട്ട് എക്സ്പീരിയൻസ് ആണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ എപ്പോഴും കുറച്ച് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ് എറിയുന്നതിൻ്റെ ഇത് കേട്ട് പിടിക്കും. സ്പിന്നർ ലെഫ്റ്റാസ് അല്ലെ ഓഫ് സ്പിന്നേഴ്സ് എറിയുമ്പോൾ നമ്മൾ ലെങ്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പോകത്തില്ല. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് തിരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബോളിൽ വെച്ചിട്ട് കണ്ടോ. പിന്നെ നമ്മൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ആകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ബോളിട്ടല്ല നമ്മൾ എറിഞ്ഞുകൊണ്ടിരിക്കണം. 2 മണിക്കൂർ ഇപ്പോൾ നമ്മൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമ്മളൊരു 5 മണിക്കൂറെങ്കിലും ബോൾ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കറക്റ്റായിട്ട് നമ്മൾ ലെങ്ക് വെച്ചിട്ട് സ്പോട്ട് കുറേ ഒക്കെ നമ്മൾ പലരും പോലെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു സ്ഥലത്ത് എറിയാൻ പിന്നെ നമുക്ക് അതിൽ നിന്ന് ബെറ്ററാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വന്നിട്ട് ഒരു സ്ഥലത്ത് പലരും വന്ന് ഗ്രിപ്പിൻ്റെ ഒരിക്കലും നമുക്ക് നല്ല ഗ്രിപ്പായിരിക്കും. ആ ഗ്രിപ്പിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നമ്മളെ ലാൻഡിങ്ങും കുറച്ച് സൈസും കുറച്ച് മാറ്റി നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് പോകുമ്പോൾ നമ്മൾ കൺട്രോൾ പോയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നല്ല പൊക്കിടാൻ പറ്റത്തില്ല. ഇത് നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ട് വരും കാര്യം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കുറച്ചുകൂടെ മേളിൽ നിന്ന് നമുക്ക് ആ ഒരു കയ്യിൽ നിന്ന് പോകുമ്പോൾ ഫീൽ ചെയ്യും. ഐപാഡിൽ മാച്ച് കളിക്കുമ്പോൾ ഷോർട്ട് എറിയുന്നു. ഷോർട്ട് ഫുൾ ടോസ് കൊണ്ട് എറിഞ്ഞു കൊടുക്കാതെ നമ്മുടെ സ്ഥലത്ത് ഇപ്പോഴവരൊക്കെ പോകുമായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ആയ ആൾക്കാർ നമ്മൾ വെച്ച് കഴിഞ്ഞാലും കുറേ ബോൾ നോക്കും. ഇപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂർ എറിയാൻ നോക്കും. നമ്മൾ പഠിക്കും. കണ്ടില്ലേ RS തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു.
ലെജൻഡറി സ്പിന്നറാണ്, ഓഫ് സ്പിന്നറാണ്, കണ്ടിട്ടില്ലേ? ഓഫ് സ്പിന്നർ എന്താണ് ലൂസിൽ എറിയും. നമുക്ക് പഠിക്കാം. നമ്മൾ ഒരാൾ എറിയുന്ന ആൾക്കാർ ലെഗ് സ്പിൻ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. ലെഗ് സ്പിൻ അല്ല, നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും. ഓഫ് സ്പിൻ എറിയുമ്പോൾ മറ്റേ ലൂസിലേക്ക് അറിയില്ലേ, റൈറ്റ് ഹാൻഡ് ഇരിക്കുമ്പോൾ ഇത് അറിയാൻ പഠിക്കാം. നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ചുമ്മാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിട്ട് ഇങ്ങനെ കളിക്കാം. പന്തിട്ട് കറക്റ്റ് കളിക്കാൻ നോക്കണം. പന്തിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. ഇന്നായിരിക്കും നമുക്ക് ഇന്ന് 1 മണിക്കൂർ കൊണ്ട് എറിയാൻ പറ്റില്ല. എത്ര അറിയാനും ആവത്തില്ല. പിന്നെ നമ്മൾ ആ സാധനമാണ് വേണ്ടത്. മെയിനായിട്ട് സ്പിന്നേഴ്സിന് അതാണ് വേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പഠിക്കുക. ഈ ബോൾ എറിഞ്ഞാൽ ഓഫ് സ്പിൻ ബോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഗ്രിപ്പ് പിടിക്കുമ്പോൾ ബോൾ നല്ല രീതിയിൽ സ്പിൻ തിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഈ അടുത്ത ബോൾ ബോൾ അല്ലെങ്കിൽ ബോൾ ഷൈൻ ചെയ്തിട്ട് ഇതാ എനിക്കിതറിയാൻ പറ്റും. ഇത് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു ബോൾ എറിയുമ്പോഴായിരിക്കും ആ ബോളിൽ നല്ല സ്പിൻ ഇട്ടുന്നു അടുത്തോട്ട്. അപ്പോൾ നമ്മൾ ആ ഗ്രിപ്പ് മനസ്സിലാക്കി എന്തായിരിക്കും, ആ ഗ്രിപ്പ് മനസ്സിലാക്കി എന്തായി. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വന്ന് ഇങ്ങനെ ചുമ്മാ ഒരു ഇതുമില്ലാതെ ബോളിട്ട് കാര്യമുണ്ടോ? ഇമ്പ്രൂവ്മെൻ്റ് വേണം. ഇതിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിട്ട് എറിയാൻ പറ്റും, എനിക്ക് അവിടെ ഫ്രണ്ടിൽ എറിയാൻ പറ്റുമോ, എനിക്ക് അതിൽ എറിയാൻ പറ്റുമോ? ഇതൊന്നും ഒരു കാര്യമില്ല. ഗ്രിപ്പ് നമ്മൾ ഇതാണ് ശേഷമാണ് ഞാൻ അടുത്ത വേറെ മെഡിക്കൽ ഗ്രൗണ്ടിലൊക്കെ പോയത്. നമ്മളിതൊക്കെ പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് ഇതിൽ നമ്മൾ പറയുമ്പോൾ ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ബിക്കോസ് നിങ്ങൾ ബിഗിനേഴ്സാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ട എന്താണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ഓരോ സ്റ്റെപ്പും നമ്മൾ 1ാം ക്ലാസ് പഠിച്ച് അടുത്ത 2-ലെത്തും അങ്ങനെയല്ലേ. അതുപോലെ തന്നെ